അസ്സലാമലൈക്കും മക്കളെ, സുഖന്നല്ലേ നിങ്ങൾക്കെല്ലാം? പിന്നെ ഞാൻ ഇന്ന് ഇവിടെ ഒരു 6 മുട്ടക്ക് മുട്ട ബജ്ജി ആക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതിൽ കട്ടൻ ചായയും മുട്ട ബജ്ജിയും കഴിക്കാലോ നമുക്ക്. അത് അടുപ്പത്ത് വെക്കുന്നുണ്ട്, വേവട്ട്. നമ്മുടെ കടലമാവ് നന്നായി ഇത് കലക്കി വെച്ച് ഇനി നമുക്ക് മുട്ട ബജ്ജിയാക്കുമ്പോൾ കാണാം. ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ മുട്ട ബജിക്കില്ല എണ്ണ ഒഴിച്ച് വെക്കുന്ന നല്ലോണം കായിട്ട് എണ്ണ നല്ലോണം കായിട്ട് മുട്ട ബജിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഓരോന്നായിട്ട് കടലമാവിൽ മുക്കിയിട്ട് ഇടുന്നുണ്ട്. നല്ല 4 മണിക്കിലത്തെ ചായൻ്റെ ഒരു നല്ലൊരു കടിയാണ്. ബേക്കറി ഒന്നും വേണ്ട, നമുക്ക് ഒരു 3-4 മുട്ട ഉള്ളത് നമുക്ക് നല്ല രീതി മുട്ട ബജിയും ഒരു നല്ല ചമ്മന്തിയും നല്ല കട്ടൻ ചായയും. ബേക്കറിയെല്ലാം കഴിക്കുന്നതിനാ കുട്ടികൾക്കെല്ലാം നല്ല ഇതാക്കി കൊടുത്താൽ. നമ്മളെ മുട്ട ബജി റെഡിയായി. ഇതാ ഞാൻ കോരി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് നല്ല ഒരു ചമ്മന്തിയും ഉണ്ട്. നല്ല തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടിയിട്ടൊരു മുട്ട ബജിയും ചമ്മന്തിയും. നമ്മുടെ മുട്ട ബജിക്ക് നല്ലൊരു തേങ്ങാ ചട്നി ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല എരിവും, ഒരു കഷ്ണം നീരുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പിടാം. നമ്മുടെ ചട്ടിക്ക് അരച്ചു നല്ല ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നല്ല മുട്ട ബജി മുക്കിയിട്ട് തിന്നാൻ എന്താ രസമായിരിക്കും. നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചായ കുടിക്കുന്ന കാണാം. നമ്മുടെ മുട്ട ബജി റെഡിയായി. ചട്നിയും മുട്ട ബജിയും നല്ല ചൂടില്ല കട്ടൻ ചായയും കുടിക്കാം നമുക്ക്. പക്ഷെ ഞാൻ കുടിക്കുന്നില്ല, എൻ്റെ മാപ്പിളക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ വെള്ളം തന്നെ, ചൂടുവെള്ളവും നല്ല മുട്ട ബജിയും നല്ല ചട്നിയും നല്ല തിളച്ച വെള്ളവും. ഇതാ മക്കൾക്ക് വേണം, വാ നമുക്ക് കഴിക്കാലോ. ഇതാ നല്ല എളുപ്പ കാര്യത്തിന് എല്ലാവരും പുറത്ത് ചുട്ടു നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. നിങ്ങൾ പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.